ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ആയിട്ട് ഒരു മുട്ട പൊരിച്ചതിൻ്റെയാണ് കേട്ടോ. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി മുട്ട പൊരിച്ചത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ ഒരു സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ഒരു രക്ഷയില്ല കേട്ടോ, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മുട്ട പൊരിച്ചത് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഒരുപാട് സമയം വേണ്ട, വെറും 10 മിനിറ്റ് മാത്രം മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മുട്ട പൊരിച്ചത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ചെറുത് മതി. അതായത് ഒരു 3 മുട്ടയാണ് ഞാനിവിടെ പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ സവാളയും ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സവാള നല്ല കനം കുറഞ്ഞിട്ട് നീളത്തിൽ തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ വശം ഒന്നാണ് കട്ട് ചെയ്തിട്ട് അതും നല്ല രീതിയിൽ തന്നെ കനം കുറച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. അതും നല്ല രീതിയിൽ കനം കുറച്ചിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. എരിവിന് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല രീതിയിൽ കനം കുറച്ച് മുറിച്ചെടുത്താലുള്ളൂ നമ്മളിത് വഴറ്റിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാനൊരു കഷ്ണം ബട്ടറാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ബട്ടറിൽ നമ്മളിത് തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഇതാ ഈ ഒരു ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ സവാളയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ മാത്രം മതിയാവും കേട്ടോ. നമ്മൾ സവാളയും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ആവും. അപ്പോൾ എല്ലാം കുറച്ച് എടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഇതൊരു 10 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ ഒരു വെജിറ്റബിൾസ് കുക്കായിട്ട് കിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗത്തിൻ്റെ അടുത്ത് കുക്കായാൽ മാത്രം മതി. 1 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലേ പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഴുവനായിട്ട് കുക്കാകേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം മാത്രം കുക്കായിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ അതാ 1 മിനിറ്റോളം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് മാത്രം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഒരു 1/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുക്കായിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും. അപ്പോൾ ഇത്ര മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ചൂടൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 3 മുട്ട വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ അളവുകളാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 2 മുട്ട വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രത്തോളം ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും പീസ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ടയ്ക്ക് അനുസരിച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ 3 മുട്ടയും ഇവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എരിവിനനുസരിച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണിൻ്റെ ഇടയിലായിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എരിവ് കുറച്ചിട്ട് തയ്യാറാക്കി എടുക്കുക. പിന്നെ വെജിറ്റബിൾസിൽ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ വേണമെങ്കിൽ മാത്രം ഈ ഒരു മുട്ടയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു മുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മുട്ടയിലൊക്കെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഒരു വിസ്ക് ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ ഒരു മിനിറ്റോളം ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴുള്ളൂ ആ ഒരു പൊടികളൊക്കെ ഒന്ന് മിക്സായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അതാ മുട്ട നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പൊടികളൊക്കെ ഇതിൽ നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉരുളക്കിഴങ്ങും സവാളയും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ ഈ ഒരു മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചധികം ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സവാള മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു വലിയൊരു സവാളയുടെ ഒരു 1/4 ഭാഗമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മുട്ടയൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് സവാള കുറച്ച് പച്ചക്ക് മുറിച്ചിടുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വെജിറ്റബിൾസിൽ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയിൽ മിക്സ് ചെയ്തപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത്. ഇപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ മുട്ട പൊരിച്ചെടുക്കുന്നത് നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയൊക്കെ വഴറ്റിയെടുത്ത അതേ ഒരു പാൻ തന്നെ കേട്ടോ. അത് കഴുകിയിട്ടൊന്നുമില്ല, അതിൽ ബട്ടറിൻ്റെ ആ ഒരു അംശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, അതിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ ബട്ടറോ ഓയിലോ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഈ ഒരു മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ആ വെജിറ്റബിൾസൊക്കെ എല്ലാ വശത്തും ഒരേ രീതിയിലൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ മുട്ട പൊരിച്ചെടുക്കുമ്പോൾ എത്രത്തോളം സമയമാണ് കുക്ക് ചെയ്യാൻ എടുക്കൽ, അത്രയും സമയം മാത്രം മതി. അടച്ച് വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ ഒരു വശം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറൊരു പാനിലേക്ക് വേണമെങ്കിലും ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതേ ഒരു പാനിലേക്ക് തന്നെ ഇതൊന്ന് കമഴ്ത്തി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടിവശമൊക്കെ നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് മാത്രം വെക്കുക. അപ്പോഴേക്കും ഇത് നല്ലപോലെ കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വശം നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ചേർത്തിട്ട് മുട്ട പൊരിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലനായിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പീസ് മാത്രം മതി കേട്ടോ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്രേറ്റ് ചെയ്തിട്ട് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇത് ചെറിയ ചൂടോടുകൂടെ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ മുട്ട ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഇത് ചെറിയ ചൂടോടുകൂടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.